ഹലോ മുത്തുമണി, എന്തൊക്കെ പാട് സുഖല്ലേ? അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങൾക്കൊരു കിടിലിന് അപ്ഡേറ്റ് തന്നിരുന്നു. നമ്മുടെ ലോക മൂവിയിൽ ദുൽഖർ നിർമ്മിക്കുന്ന നസ്ലിൻ കല്യാണി പ്രദർശൻ മൂവിയിൽ നമ്മുടെ മമ്മൂക്കയും ടോവിനോ തോമസും ഗസ്റ്റ് റോൾ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇന്നലെ സൂചന തന്നിരുന്നു. അത് 99% കൺഫേംഡ് ആയ സംഭവമാണ്. അതൊന്ന് ഊട്ടി ഉറപ്പിച്ച് കണ്ട് ഇന്നലെ ഒരു കിടിലൻ പോസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പലരും കണ്ടിട്ടുണ്ടാവും, ചില ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. വേറെ ഒന്നുമല്ല, നമുക്കറിയാം നമ്മുടെ മമ്മൂക്ക തിരിച്ചു വരികയാണ്. മമ്മൂക്കയുടെ കളങ്കാവൽ റിലീസിന് ഒരുങ്ങണം. ഒക്ടോബർ 9 സിനിമ റിലീസിന്. അതിന് മുന്നോടിയായിട്ട് അതിൻ്റെ പ്രൊമോഷൻ വർക്കുകളും അതിൻ്റെ ടീസറും കാര്യങ്ങളൊക്കെ റിലീസ് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ടീസർ, കളങ്കാവിൻ്റെ ടീസറിൻ്റെ ഒരു റിലീസ് പോസ്റ്ററാണ് ഇന്നലെ വന്നിട്ടുള്ളത്. അതും യൂട്യൂബിലല്ല, ഫസ്റ്റ് നമ്മുടെ ലോക മൂവിയുടെ കൂടെ തിയേറ്ററിലാവും. അത് ഫസ്റ്റ് അതിൻ്റെ ടീസർ റിലീസ് ചെയ്യാം. നമുക്കറിയാം ദുൽഖറാണ് ചിത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ ദുൽഖർ നിർമ്മിക്കുമ്പോൾ മമ്മൂക്കയുടെ എന്തായാലും അതിൽ കൺഫേമായിട്ട് എന്തായാലും അതിൽ ടീസർ അതോടൊപ്പം തന്നെ റിലീസ് ചെയ്യും. കാരണം മമ്മൂട്ടി കമ്പനിയും വേഫെയറും ഏകദേശം സെയിം ടീം തന്നെയാണ് അതിൻ്റെ നടത്തിപ്പുകാർ. അതോടെ തന്നെ അവർ ആ ഒരു പ്രൊഡക്ഷൻ്റെ ഇതായതുകൊണ്ട് അതോടൊപ്പമാണ് അതിൻ്റെ ടീസർ. അതൊരു കിടിലൻ ടീസറാണെന്ന് കേട്ടത്. മമ്മൂക്ക കൊടൂര വില്ലനിസം കാണിക്കുന്ന ഒരു 50 സെക്കൻഡോളം ഉള്ളൊരു കിടിലൻ ടീസർ. ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കിടിലൻ ടീസറാണെന്നാണ് നമുക്ക് അതിന് ബന്ധപ്പെട്ടവരൊന്ന് കിട്ടിയ റിപ്പോർട്ട് കേട്ടോ. ഫുൾ മമ്മൂക്കയുടെ ഒരു എന്താ പറയുക, ഒരു വില്ലനിസം കാണിക്കുന്ന രീതിയിലുള്ള ഒരു ടീസറാണ് എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. കാരണം മമ്മൂക്ക ഒരു 6-7 മാസമായിട്ട് മാറുന്നതിൻ്റെ എല്ലാ പലിശ അടക്കം തിരിച്ചു തരുന്ന ഒരു ടീസറാകുന്ന കേട്ട്. അതുകൊണ്ട് ആണ് ഈ ഒരു മൂവിയുടെ കൂടെ അത് റിലീസിന് അതിന് ശേഷം 28-ന് ശേഷം ഒന്നെങ്കിൽ നൈറ്റ് അല്ലെങ്കിൽ 29-ാം തീയതി നമ്മുടെ യൂട്യൂബിൽ ഇതിൻ്റെ ടീസർ റിലീസ് ഉണ്ടാകും. നമുക്കപ്പോൾ പിന്നെ മാത്രമല്ല, ഇത് റിലീസ് ചെയ്യാനുള്ള കാരണം ഇതിൽ മമ്മൂക്ക ഗസ്റ്റ് റോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് കൺഫേംഡ് ആണ്. അതുകൊണ്ടാണ് ഈ മമ്മൂക്കയുടെ ഈ കളങ്കാവിൻ്റെ ടീസർ ഇതിൻ്റെ കൂടെ ഇറങ്ങി. അല്ലെങ്കിൽ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 7, അന്ന് ഇറക്കിയാൽ മതി. പക്ഷേ അത്രത്തോളം വെയിറ്റ് ചെയ്യാൻ അവർക്ക് വയ്യ. കാരണം മമ്മൂക്ക ഇതിൽ കാണിക്കുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക, തിയേറ്ററിൽ നിന്ന് സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഈ കളങ്കാവിൻ്റെ ടീസറും കൂടി നമുക്ക് മുന്നിലെത്തും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തോളി, ഒരു കിടിലൻ ടീസർ മതി. കാരണം നമുക്കറിയാം മമ്മൂക്കൊരു കൊല്ലി വില്ലനായിട്ടാണ് ഇതിൽ വരുന്നത്. വിനായകനാണ് നായകൻ, മമ്മൂക്ക വില്ലനാണ്. അപ്പോൾ നമുക്കറിയാം ഇവർ രണ്ടുപേരും ഒന്നിച്ചാൽ തന്നെ ഒരു ദൃശ്യ അനുഭവം നമുക്ക് കാണാം. നമ്മുടെ ജയിലറിലൊക്കെ രജനീകാന്തും വിനായകനും തമ്മിലുള്ള കോമ്പിനേഷൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് വിനായകൻ്റെ ഒരു റേഞ്ച് മനസ്സിലായതാണ്. അപ്പോൾ ഇതിൽ നേരെ തിരിച്ച് വിനായകൻ നായകനും മമ്മൂക്ക വില്ലനാണ്. പിന്നെ ഒരു നടന്ന സംഭവം, ഒരു സൈനൈഡ് മോഹൻ എന്നൊരു ക്യാരക്ടറിനെ ആസ്പദമാക്കിയിട്ടാണ് ഇതിലുള്ള മമ്മൂക്കയുടെ ക്യാരക്ടർ. ഒരുപാട് എന്താണ് സ്ത്രീകളെ കൊന്നിട്ടും അതിൻ്റെ വേറെ സംഭവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദൃശ്യ അനുഭവമാവും ഈ സിനിമ. നമുക്ക് ഏറ്റവും മമ്മൂക്കയുടെ വെയിറ്റ് ചെയ്യുന്നൊരു മൂവി കൂടിയാണ്. ബാക്കി ഇതിൻ്റെ പ്രൊമോഷൻ വർക്കുകൾ മമ്മൂക്ക എന്തായാലും ബർത്ത്ഡേയോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ലുക്കും നമ്മൾ എങ്ങനെയാകുന്നുള്ളൊരു പ്രതീക്ഷയാണ്. നമുക്ക് ആർക്കും അറിയില്ല അദ്ദേഹത്തിൻ്റെ. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് പോലും അറിയില്ല പുള്ളി ഏത് ലുക്കില്ല. കാരണം ആരായിട്ടും ഒരു 6-7 മാസക്കാലം പുള്ളി ജസ്റ്റ് ഒരു ഫോൺ കോണ്ടാക്റ്റ് അല്ലാതെ ഒരു ബന്ധവുമില്ല. ജസ്റ്റ് ദുൽഖറിനറിയാം അദ്ദേഹത്തിൻ്റെ മകൾക്കും മരുമകൻക്കും അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയാമെന്നല്ലാതെ അദ്ദേഹത്തിന് മറ്റുള്ള കുടുംബക്കാർക്ക് പോലും അദ്ദേഹത്തിന് ഏത് ലുക്കിലാണ്, എങ്ങനെയാണ്, എന്താണ് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമായി ഓക്കെയായി മമ്മൂക്ക വരും എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കേരളം മൊത്തം നമ്മൾ വെയിറ്റ് ചെയ്യാണ് മമ്മൂക്കയുടെ ഒരു കിടില എൻട്രിക്കായിട്ടും അതുപോലെ തന്നെ കളങ്കാവിൻ്റെ ആ മാരക ടീസറിന് വേണ്ടിയിട്ടും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങളെ സപ്പോർട്ട് മസ്റ്റാണ്. ഓക്കെ.